നമസ്കാരം, ഫുട്ബോൾ പേരിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഇതാ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വേണേൽ പറയാം. ബെഞ്ചമിൻ സെസ്കോ ഡീല് നിങ്ങൾ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ കയ്യിൽ നിന്നും ഹൈജാക്ക് എന്ന് ഞാൻ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് നിങ്ങളും ഇപ്പൊ ഡീൽ എൻട്രായി സെസ്കോനെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ സെസ്കോ ഇപ്പോഴും തന്റെ ഒഫീഷ്യൽ ഡിസിഷൻ എടുത്തിട്ടില്ല ഏത് ക്ലബിലോട്ട് നീങ്ങണമെന്നുള്ളത്. ഓൾറെഡി നമുക്കറിയാം RB ലൈപ്സിക്ക് സെസ്കോയ്ക്കുള്ള റീപ്ലേസ്മെന്റിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസാക്ക് ടു ലിവർപൂൾ ലിങ്ക്സ് സ്ട്രോങ് ആണ്. ഈ ആഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് 120 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഒഫീഷ്യൽ ബിഡ് ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന്റെ പ്രപ്പോസൽ വിടാനായിട്ട് പോവാണ് ലിവർപൂൾ എന്നാണ് കേൾക്കുന്നത്. സോ ന്യൂകാസിലിന് അറിയാം ഇസാക്ക് ഈസ് ലീവിങ്. അത് തന്നെയാണ് നമ്മുടെ എഡി ഹൗ പ്രസ് കോൺഫറൻസിലും എന്ന് പറയും. തൽക്കാലം പ്രീ സീസണിൽ ഇസാക്ക് കളിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഇസാക്കിന്റെ പ്ലാൻ മൂവ് ഓൺ ചെയ്യാനാണെന്ന് കൺഫേം ആക്കി എഡി ഹൗ. സോ കോച്ച് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ന്യൂകാസിൽ ഇസാക്കിനെ വിൽക്കാനായിട്ടുള്ള തീരുമാനം എടുത്തായിട്ടാണ് വരുന്നത്. സോ ആളുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് അവരുടെ പ്രൈമറി ടാർഗറ്റ് ബെഞ്ചമിൻ സെസ്കോ ആൻഡ് സെസ്കോയ്ക്ക് മുമ്പിൽ അവർ ടോക്സ് നടത്തി, പ്രൊപ്പോസൽ വിട്ടു. ആൻഡ് സെസ്കോയായിട്ട് ടോക്സ് നടത്തി, അവരുടെ കോൺട്രാക്ട് പ്രൊപ്പോസൽ വിട്ടു. ഇവൻ ലൈപ്സിഗുമായിട്ടും ടോക്സ് നടത്തി. പ്രൈസിന്റെ കാര്യത്തിൽ അഗ്രിമെന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. സോ പ്രൈസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സെസ്കോ ഈ വിൻഡോ തുടങ്ങുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റഡാറിലുണ്ടായിരുന്ന ഒരു സ്ട്രൈക്കറാണ്. പക്ഷെ അന്ന് കേട്ടോണ്ടിരുന്ന പ്രൈസ് 100 മില്യന്റെ ഒരു പാക്കേജ് ഒക്കെയാണ്. സോ ടു മച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാണ് പല ക്ലബ്ബുകളും അടിയിൽ നിന്ന് പിന്നെ പറയും. പക്ഷെ ഇപ്പം റിപ്പോർട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ട്. അതായത് സെസ്കോ സ്പെഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് ഒരു കട്ട് പ്രൈസിന് ഏകദേശം 70 to 75 മില്യൺ യൂറോസ്. സോ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ 75 മില്യൺ യൂറോസിന് താഴെ കാര്യം ഡൺ ആക്കാം. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് ന്യൂകാസിലിനാണ് ടോട്ടൽ പാക്കേജ് റെഡിയാക്കാൻ സാധിക്കും. സെസ്കോ സ്പെഷ്യൽ ക്ലബ്ബായിട്ടാണ് ആ പർട്ടിക്കുലർ ക്ലബിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. സോ ആ ഒരു സ്പെഷ്യൽ ക്ലബ് കാറ്റഗറിയിൽ ന്യൂകാസിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും വന്നേക്കാം. ലെറ്റ്സ് സീ. സോ നിങ്ങൾ ഈ ഡീലിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയാം. സെസ്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കപ്പാസിറ്റിയും ഉള്ള പ്ലെയറാണ്. ആള് പ്രൂവൺ ആണ്. റെഡി വന്ന ഒട്ടനെ തന്നെ റെഡി ആയിരിക്കുന്ന പ്രോഡക്റ്റ് ആണെന്നല്ല പറയുന്നത്, ബട്ട് അബിലിറ്റി ഉണ്ട്. ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് അന്യായമാണ്. ആളുടെ ഫിസിക്കലി ഹീസ് ഗുഡ്, ഏരിയലി ഹീസ് ഗുഡ്. പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ട 3 ക്വാളിറ്റീസും ആൾക്കുണ്ട്. പക്ഷെ ആൾ ക്ലിനിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് നല്ലതാണ്, നല്ല ഫിനിഷറാണ്, എല്ലാമാണ്. പക്ഷെ ക്ലിനിക്കലി ഇംപ്രൂവ് ചെയ്യാറുണ്ട്. സ്റ്റിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. സോ നമുക്കറിയാം റിയലി എന്നാ പറയുക, ഒരു ചാൻസ് എടുക്കുവാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ റാസ്മസ് ഹോയിലൻഡിൽ യുണൈറ്റഡ് ഒരു ചാൻസ് എടുത്തു. അത് പോസിറ്റീവായിട്ടാണോ അതിന്റെ റിസൾട്ട് ഇതുവരെ നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് സീസൺ ഇംപ്രസീവ് ആയിരുന്നു, സെക്കൻഡ് സീസൺ മോശമായിരുന്നു, ആൻഡ് കഴിഞ്ഞ ദിവസം പ്രീ സീസണിലൊക്കെ ആൾ കൊള്ളായിരുന്നു. സോ ഈ സീസൺ ആ ഒരു പോസിറ്റീവ് വൈബ്സ് കണ്ടിന്യൂ ആണ്. ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. സോ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പോവാണ്. ഇപ്പൊ ഹോയിലൻഡിന്റെ നല്ലൊരു സീസൺ ഈ സീസൺ ആവുകയാണ്. സെസ്കോ ഡീൽ നിങ്ങൾ ഡൺ ആക്കി, പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ട്രൈക്കർ. സോ ഹോയിലൻഡ് സെസ്കോ പോലത്തെ 2 ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സിനെ യുണൈറ്റഡിന് എംബൂമോയും മത്തേസ് കുൻഹയുടെ ഒപ്പം ഫ്രണ്ട് ലൈനിൽ ആഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് ഗെയിം ചേഞ്ചർ ആയി. ബട്ട് ഹോയിലൻഡും ഈ സെസ്കോ ഡീലും പോസിറ്റീവായിട്ട് പോകണം. ഹോയിലൻഡ് പോസിറ്റീവായിട്ട് ഈ സീസൺ പോവാണ്. സെസ്കോയും വന്നതിന് ശേഷം അങ്ങോട്ട് പണി തുടങ്ങുവാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫ്രണ്ട് ലൈൻ വിൽ ബി ഡൈനാമിക്. കേൾക്കുമ്പം തന്നെ അങ്ങ് ചാർജ് ആയി അല്ലേ. സെസ്കോ, എംബൂമോ, കുൻഹ, ഹോയിലൻഡും സിർസ്കിയും ബെഞ്ചിൽ നിന്ന്. സോ അത് കേൾക്കുമ്പോൾ രസമുണ്ട്. പക്ഷേ ഹോയിലൻഡും അതുപോലെ തന്നെ സെസ്കോയും എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. സെസ്കോ ഡീൽ നിങ്ങൾ ഡൺ ആക്കുവാണെങ്കിൽ. സോ ലെറ്റ്സ് സീ. എന്തായാലും പ്രോസ്പെക്ട് സൂപ്പർവാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇപ്പം ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സെസ്കോ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ന്യൂകാസിലിനേക്കാളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇംഗ്ലണ്ടിലെ വൺ ഓഫ് ദ ഇഫ് നോട്ട് ആർഗ്യുബിളി ഹിസ്റ്റോറിക്കലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്ലബ്ബാണ്. അലോങ് വിത്ത് ലിവർപൂളും യുണൈറ്റഡും ആണല്ലോ നമ്മൾ ഇംഗ്ലണ്ടിൽ നോക്കാനായിട്ടാണ് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ. സോ അതിനെ തന്നെ സെസ്കോ ഡെഫിനറ്റ്ലി ന്യൂകാസിലിനെക്കാളും ചാമ്പ്യൻസ് ലീഗ് ഇല്ലെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഫേവർ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ചെയ്യാൻ. മാൻ യുണൈറ്റഡിന്റെ പുള്ളിംഗ് പവർ അന്യായമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അതിനകത്ത് തന്നെ ലെറ്റ്സ് സീ എങ്ങനെ ഈ ഡീല് പോകുമെന്ന്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുമ്പോഴേക്കും നിങ്ങളൊരു ഗോൾ കീപ്പറിന് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട്. എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി 40 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജാണ് ആസ്റ്റമിൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മാൻ യുണൈറ്റഡിന്റെ ഒരു ഡ്രീം ടാർഗറ്റുമാണ് എമിലിയാനോ മാർട്ടിനസ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ലോൺ പ്രപ്പോസൽ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ വിട്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി. പക്ഷെ അത് ആസ്റ്റമിൽ റിജക്ട് ചെയ്തു. അവർ സെയിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, ലോണിന് എമിലിയാനോനെ വിടത്തില്ലെന്നാണ് പറയുന്നത്. സോ ആ ഡീൽ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാണ് കേൾക്കുന്നത്. സോ വേറെ 2 പ്രപ്പോസൽസ് ഇപ്പം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് ലാമൻസ്, എല്ലാവർക്കും അറിയായിരിക്കും, ആൻഡ്വെർപ്പിന്റെ 23 വയസ്സായ ഗോൾ കീപ്പർ. സോ റിയലി യങ് ആണ്, ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണ്. പക്ഷെ എന്നാ പറയുക, എമിലിയാനോയുടെയോ അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു പേര് ജിജി ഡോണറൂമയാണ്. അവരുടെ അത്രയും എന്നോട് പ്രൂവൺ ആർട്ടിക്കിൾ അല്ല, പക്ഷെ എങ്ങാണ്, എക്സൈറ്റിംഗ് ആണ്, പ്രോസ്പെക്ട് ഹൈ ആണ്. സോ ആൾക്ക് 17 മില്യൺ പൗണ്ടിന്റെ ഒരു
ഫിക്സഡ് ഫീസാണ് ആൻഡ്വർപ്പ് ഡിമാൻഡ് ചെയ്യുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ജിജി ഡോണറൂമയുടെ ലിങ്ക്സും കേൾക്കുന്നുണ്ട്. ഡോണറൂമയെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി ലൂക്കാസ് ഷെവലിയാറിനെ ലില്ലിൽ നിന്നും PSG എത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നീങ്ങി തുടങ്ങി. 40 മില്യൺ യൂറോസിൻ്റെ ഒരു പാക്കേജിന് ഡോണറൂമയും PSG ഇടയിലുള്ള ടോക്സ് പോസിറ്റീവ് അല്ല. ആളുടെ സാലറി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ PSG റെഡിയല്ല. 2026 ഫ്രീ ഏജന്റ് ആണ്. സോ മേ ബി ആ ഡീൽ നടക്കുവാണെങ്കിൽ PSG ഡോണറൂമയെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കും. സോ ആ ഡീല് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഒനാന ഇഞ്ചേർഡ് ആണ്. ബൈന്ദർ ബാക്ക് ഗോൾ കീപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ഒനാന ബൈന്ദറിൽ അമോറിൻ ട്രസ്റ്റ് ചെയ്യുന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവർ ഒനാന ഫിറ്റായി വന്നാലും ഒനാന ഫിറ്റായിട്ടിരുന്നാലും പുള്ളിയാണോ നിങ്ങളുടെ ഗോൾ കീപ്പറായിട്ട് ഇൻ ഫ്യൂച്ചർ നോക്കേണ്ട പ്ലെയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി ഏത് ഡീല് ഡൺ ആക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് ആന്റണിയുടെ കാര്യത്തിൽ. സോ ആന്റണിയുടെ കാര്യത്തിൽ ഇപ്പോൾ 2 ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒന്ന് റയൽ ബെറ്റിസ് ആണ്. ഓൾറെഡി 20 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് വിട്ടു 50% റൈറ്റ്സിന് വേണ്ടി ആന്റണിയുടെ. സോ അത് റിജക്ട് ചെയ്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ഇപ്പം കേൾക്കുന്ന വാർത്ത എന്നാന്ന് വെച്ചാൽ അൽ നാസർ ആന്റണി ഡീൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ടാണ്. സോ അൽ നാസറിന് ഒരു വിംഗറിനെ വേണം. സോ ആന്റണി ഇപ്പൊ ലൂയിസ് ഡിയാസ് ആയിരുന്നു അവരുടെ ടാർഗറ്റ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോ ലൂയിസ് ഡിയാസ് സൗദിയിലോട്ട് നീങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു. ലൂയിസ് ഡിയാസ് ടു ബയൺ മ്യൂണിക് ഹിയർ വി ഗോ വന്നു. സോ അവരാണെങ്കിൽ മറ്റൊരു വിംഗറിന് വേണ്ടി മാർക്കറ്റിലുള്ളതും ആന്റണിയുടെ ഡീല് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 50 മില്യൺ പൗണ്ട്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് ആന്റണിക്ക് വേണ്ടി എന്നുള്ള കാര്യത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അൽ നാസർ മേ ബി വരും ദിവസങ്ങളിൽ ഒരു പ്രപ്പോസലുമായിട്ട് വരാം. നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. ഓൾറെഡി അവർ ജോ ഫെലിക്സിനെ 43.5 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജിന് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ആന്റണി ഡീൽ അവർക്ക് പുള്ള് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തായാലും മാൻ യുണൈറ്റഡിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആന്റണിയുടെയും അതുപോലെ തന്നെ സെസ്കോയുടെയും കാര്യം. കൂടാതെ ഗോൾ കീപ്പർ സിറ്റുവേഷനും ഐ തിങ്ക് ലാമൻസിൽ ഇപ്പം മറ്റൊരു ക്ലബ്ബും സീരിയസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. സോ മാൻ യുണൈറ്റഡിന് അത്യാവശ്യം വെയിറ്റിംഗ് ഗെയിം കളിച്ചാണെങ്കിലും വിൻഡോ തീരുന്നതിന് മുമ്പാണല്ലോ ആ ഡീൽ ഡണ്ണാക്കാൻ പറ്റും. സോ ലാമൻസ് മേക്ക് സെൻസ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ജിജി ഡോണറൂമയുടെ സാലറി ഡിമാൻഡ്സ് വിൽ ബി റിയലി ഹൈ. സോ ഓൾറെഡി ആൾ 250K അടുത്തങ്ങാണ്ട് ഏൺ ചെയ്യുന്നുണ്ട് ഇൻ PSG. സോ ആൾ അതിന് മേളൊരു സാലറിയാണ് PSG ഡിമാൻഡ് ചെയ്തത്. സോ യുണൈറ്റഡിനോട് അത് കുറച്ച് ഡിമാൻഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു 200K മേളിലൊക്കെ ഒരു ഗോൾ കീപ്പറിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ മാൻ യുണൈറ്റഡ് ഇപ്പം കറന്റ് സിറ്റുവേഷനിൽ ഓഫർ ചെയ്യുന്നത്. എസ്പെഷ്യലി സാർ ജിം റാറ്റ്ക്ലിഫ് കോസ്റ്റ് കട്ട് ചെയ്യാൻ നോക്കുന്ന ഒരു സമയത്ത്. സോ മേ ബി ലാമൻസ് ആയിരിക്കും മേക്ക് സെൻസ് അല്ലേ. ജിജി ഡോണറൂമ 40 മില്യൺ പൗണ്ട്സ് കൊടുത്ത് വാങ്ങിക്കുന്നത് ടു മച്ച് ആണ് ഇപ്പോഴത്തെ ആൾ ഏജും വെച്ചൊക്കെ നോക്കുമ്പോഴേക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഇപ്പം സാലറി ഡിമാൻഡ്സ് ഓക്കെ ആണെങ്കിൽ ഡോണറൂമ മേക്സ് പെർഫെക്റ്റ് സെൻസ്. എമിലിയാനോ മാർട്ടിനസിന്റെ കാര്യമാണ് പറഞ്ഞത് 40 മില്യൺ പൗണ്ട്സ് കൊടുത്ത് വാങ്ങിക്കുന്നത് മൈറ്റ് ബി ടു മച്ച്. സോ ഏജ് വൈസ് 26 വയസ്സുള്ള ഡോണറൂമ പ്രൈമിൽ നിൽക്കുന്ന ഒരു ഗോൾ കീപ്പർ. സോ സാലറി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് സൈനിങ്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. സാലറി ഡിമാൻഡ്സ് ഹൈ ആണെങ്കിൽ ലാമൻസ് ആയിരിക്കും ബെറ്റർ. 17 മില്യൺ പൗണ്ട്സ് പ്രോസ്പെക്റ്റ് ആണ്, ഒരു പൊട്ടൻഷ്യലാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പം ഒനാനയല്ല നമ്മളിപ്പം ബൈന്ദറിനെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ആ ഡീൽ നന്നായിട്ട് പോയില്ല. സോ മേ ബി അതുകൊണ്ടായിരിക്കാം യുണൈറ്റഡ് ഇപ്പോൾ ഒനാനയെ വെച്ച് പോകുന്നതിനൊരു ബുദ്ധിമുട്ട് കാണും നെക്സ്റ്റ് സീസണിൽ. ഫസ്റ്റ് തന്നെ റെഗുലർ സ്റ്റാർട്ടപ്പ് ഗോൾ കീപ്പറായിട്ട്. സോ ആ സമയത്ത് ജിജിയോ എമിലിയാനോ വരുവാണെങ്കിൽ ഒനാന ബെഞ്ച്ഡ് ആവും. സോ അതുകൊണ്ടായിരിക്കും യുണൈറ്റഡ് ആ 2 ഡീൽസിന് വേണ്ടി ശരിക്കും ഇപ്പം നോക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ലാമൻസ് അവിടെ തന്നെ കാണും. മറ്റ് 2 ഡീൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ലാമൻസിലോട്ട് പോകുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ലാമൻസ് മേക്ക് സെൻസ്. അതുപോലെ തന്നെയാണ് ഗർനാച്ചോയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗർനാച്ചോ അതിനുമുമ്പ് സാൻജോയുടെ കാര്യത്തിൽ പറയണം. സോ സാൻജോ കാര്യം ഇപ്പം വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാൻജോയ്ക്ക് വേണ്ടി യുവന്റസ് സീരിയസ് ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ സാൻജോ ഇതുവരെ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഒന്ന് മാൻ യുണൈറ്റഡ് പ്രൈസ് അഗ്രി ചെയ്യുന്നില്ല, 2 സാൻജോ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നില്ല. ഈ 2 റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 17.5 മില്യൺ പൗണ്ട്സ് കൊടുക്കാനായിട്ട് റെഡിയാണ് യുവന്റസ്. ആൻഡ് മാൻ യുണൈറ്റഡ് ആ ഡീലിൽ ഹാപ്പി ആണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 25 മില്യൺ പൗണ്ട്സിന് താഴോട്ട് 20 മില്യൺ പൗണ്ട്സ് വരെ ആണെങ്കിലും കാര്യം ഡണ്ണാക്കാൻ റെഡിയാണെന്നുള്ള ഈ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ സാൻജോ ഇപ്പോൾ എന്ത് ഏൺ ചെയ്യുന്നോ അത് തന്നെ വേണമെന്നുള്ളതാണ് പുള്ളിയുടെ ഡിമാൻഡ് എന്ന് ചോദിക്കും. കൂടാതെ ആൾ 1 more year കഴിഞ്ഞാൽ ആൾ ഫ്രീ ഏജന്റാണ്. സോ ആൾ നെക്സ്റ്റ് ഒരു ക്ലബിലോട്ട് നീങ്ങുവാണെങ്കിൽ ആൾക്ക് സൈനിങ് ഓൺ ബോണസും കിട്ടും. ആൻഡ് 1 വർഷം മാൻ യുണൈറ്റഡിൽ നിന്ന് സാലറിയും വാങ്ങിക്കും. സോ സാൻജോ അധികം കീനല്ല മൂവിന് വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ അതാണ്. സാൻജോയ്ക്ക് എന്ത് സാലറി ഇപ്പം കിട്ടുന്നു അത് തന്നെ വേണം. ആൾക്കറിയാം നെക്സ്റ്റ് ഇയർ കഴിഞ്ഞാൽ ആൾ ഫ്രീ ഏജന്റാണ്. സോ ഇതിനേക്കാളും ബെറ്റർ ഒരു ഡീല് പുള്ളിക്ക് വേറെ ഏത് ക്ലബിലോട്ട് നീങ്ങിയാൽ ഒപ്പിക്കാനായിട്ട് സാധിക്കും. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് ഒരു ഔട്ട്സൈഡർ എന്നതിനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സാൻജോ ഉഴപ്പുന്നതാണ്. മാൻ യുണൈറ്റഡ് ഈവൻ ദോ 25 പ്രൈസ് കുറച്ച് കൊടുക്കാനായിട്ട് റെഡി ആയിരിക്കും. പക്ഷേ സാൻജോ ഉഴപ്പുന്നതാണ്. 100% സാൻജോ മാർക്കറ്റിൽ കിടന്ന് ഉഴപ്പുന്നതാണ്. ഇപ്പം മേക്ക് സെൻസ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഒന്നാമത് മാൻ യുണൈറ്റഡും സാൻജോട്ടുള്ള റിലേഷൻഷിപ്പ് മോശമാണ്. സോ സാൻജോ ബിയിലേക്ക് അവരെനിക്ക് പേ ചെയ്തിട്ട് 1 വർഷം കൂടെ ഞാൻ നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജന്റായിട്ട് പോയി എനിക്ക് സൈനിങ് ഓൺ ബോണസും കിട്ടും, കൂടുതൽ സാലറിയും കിട്ടും. അല്ലെങ്കിൽ എനിക്ക് സൈനിങ് ഓൺ ബോണസ് ഇല്ലെങ്കിലും കൂടുതൽ ഈ സെയിം സാലറി അല്ല അതിന് മേലൊരു സാലറി നെഗോഷിയേറ്റ് ചെയ്യാം ഫ്രീ ഏജന്റായിട്ട് വരുന്നുണ്ട്. യുവന്റസോ ഏതെങ്കിലും ക്ലബ്ബ് വരുമെന്ന് പറയും.
സോ എനിക്ക് തോന്നുന്നത് അതാണ്. സാഞ്ചോ ഒരു വെയിറ്റിംഗ് ഗെയിം കളിക്കുകയാണ്. ഇവിടെ യുണൈറ്റഡിന് ചെറിയ തലവേദനയാണ്. അതേസമയത്ത് ആന്റണിയൊക്കെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഗുഡ് തിങ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗർണാച്ചോയുടെ കാര്യം മാൻ യുണൈറ്റഡിന് ഒരു അല്പം തലവേദനയാണ്. എനിക്ക് ഗർണാച്ചോയുടെ കാര്യത്തിൽ നമുക്ക് ഗർണാച്ചോ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സാൻജോയുടെ സിറ്റുവേഷൻ ഇത് ഡിഫറെൻ്റ് ആണ്. കാരണം ഒന്ന്, ഗർണാച്ചോയുടെ ഫാമിലി ഇംഗ്ലണ്ടിൽ സെറ്റിൽഡ് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയും പുള്ളിക്ക് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബിൽ തന്നെ തുടരാനായിട്ടാണ് താല്പര്യമെന്ന് ചോദിക്കുന്നത്. ഗർണാച്ചോയ്ക്ക് വേണ്ടി മറ്റ് ക്ലബ്ബുകളൊക്കെ ടോക്സ് നടക്കാൻ നടത്തിയതാണ്. പക്ഷേ ഗർണാച്ചോ എല്ലാം റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. വൺ ഓഫ് ദ റീസൺ ആൾക്ക് പ്രീമിയർ ലീഗിലുള്ള ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ക്ലബ്ബ് വേണം. അതാണ് ആളുടെ ഡിമാൻഡ്. ആസ്റ്റൺ വില്ല, എവർട്ടണും ഒക്കെ താരത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. പക്ഷേ ആള് ടോക്സ് നടത്താൻ പോസിറ്റീവായിട്ടല്ല ടോക്സ് പോയത്. സോ ആളുടെ ഡ്രീം ടോട്ടനാമോ, ചെൽസിയോ, ഇപ്പം ലിവർപൂളോ, സിറ്റിയോ പോലത്തെ ഏതെങ്കിലും ക്ലബിലോട്ട് നീങ്ങാനാണ്. ഇതിലെ ടോട്ടനാമും അതുപോലെ തന്നെ ചെൽസിയും താരത്തിൽ ഇപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഈ ഡീലിൽ നിന്ന് ഓഫായിട്ടില്ല. രണ്ടുപേരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ടോട്ടനാം. കീപ്പ് ആൻ ഐ ഓൺ ടോട്ടനാം. അവർ മോർഗൻ ഗിബ്സ് വൈറ്റ് ഡീൽ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഗിബ്സ് വൈറ്റ് പോയി. സോ അതുകൊണ്ട് മേ ബി ഗർണാച്ചോ ഡീൽ ചിലപ്പോൾ എൻ്റർ ആവും. എൻ്റയർലി ഡിഫറെൻറ്റ് പ്രൊഫൈൽസ് ആണ്. പക്ഷേ ചിലപ്പോൾ എൻ്റർ ആയേക്കാവുന്ന റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ചെൽസി ഇൽഡിസിന് വേണ്ടി ഒരു നീക്കം നടത്തുന്നതായിട്ട് ഇറ്റലിയിൽ നിന്ന് വാർത്തകൾ വന്നിരുന്നു. സോ അവർ ഈവൻ ദോ ഹാറ്റോയും ചാബി സിമൺസ് ഡീലും ഡണ്ണാക്കുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. സോ മേ ബി ആ രണ്ട് ഡീൽസ് ഡണ്ണായതിനു ശേഷം അവർക്ക് PSR സ്പേസ് ഉണ്ട്, അവർക്കൊരു അറ്റാക്കറിനെയും കൂടെ വേണമെന്ന് തോന്നിയാൽ മേ ബി കമ്മിങ് ഡേയ്സിൽ അവർ ഗർണാച്ചോയ്ക്ക് വേണ്ടി ഒരു ബിഡ് വിട്ടേക്കാം. എസ്പെഷ്യലി വിൻഡോ എൻഡ് ആവുന്നതിന് മുമ്പ്. അതായിരിക്കാം മാൻ യുണൈറ്റഡ് ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗർണാച്ചോയുടെ പ്ലാൻ എനിക്ക് തോന്നുന്നു മാൻ യുണൈറ്റഡിനെ പ്രൂവ് ചെയ്യുക. അതായത് തനിക്ക് ലീഗിൽ ടോപ്പ് ടീമുകളിൽ കളിച്ച് കപ്പ് നേടിത്തരാൻ പറ്റും എന്ന് യുണൈറ്റഡിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യണം. അതിനെ കൊണ്ട് പറ്റും അതെന്നുള്ളത്. അതിനാണ് എനിക്ക് തോന്നുന്ന ആള് ചാമ്പ്യൻസ് ലീഗ് ഉള്ള ടീം മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനായിട്ടുള്ളതെന്ന് പറയാം. സോ ഇതൊക്കെയാണ് ഓവറോൾ പറയാനായിട്ടുള്ള മാൻ യുണൈറ്റഡിന്റെ കാര്യത്തിലൂടെ വരുമ്പോൾ മിഡ്ഫീൽഡർ ലിങ്ക്സ് ഒന്നും സ്ട്രോങ്ലി കാണുന്നില്ല യുണൈറ്റഡുമായിട്ട്. ലെറ്റ്സ് സീ സെസ്കോ ഡീലോടെ റണ്ണായ പിന്നെ എനിക്ക് തോന്നുന്നു ആന്റണി, സാൻജോ, ഗർണാച്ചോ, ഹോയിലൻഡിനെ ചിലപ്പോൾ നീങ്ങുമായിരിക്കും. ബട്ട് ഹോയിലൻഡ് നിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ബട്ട് ആന്റണി, സാൻജോ, ഗർണാച്ചോവിനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്താൽ സാധിച്ചാൽ ഐ തിങ്ക് നിങ്ങൾ മിക്കവാറും ഒരു മിഡ്ഫീൽഡറിന് വേണ്ടി രംഗത്ത് കാണുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് സെസ്കോ ഡീൽ ഡണ്ണാക്കാൻ നിങ്ങൾക്ക് സെയിൽസ് വരുമെന്ന് തോന്നില്ല. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ മിഡ്ഫീൽഡർ മസ്റ്റാണ്. മാൻ യുണൈറ്റഡ് സെസ്കോനെയും കൂടെ ആഡ് ചെയ്താൽ കിടിലനാണ്. പക്ഷേ അതോടൊപ്പം ലെറ്റ്സ് സേ ഒരു മിഡ്ഫീൽഡറിനെ ആഡ് ചെയ്യാൻ സാധിച്ചാൽ ഗ്രേറ്റ് ആയിരിക്കും. നമ്മൾ ലൈവ് സ്ട്രീമിൽ പറയാറുള്ള പോലെ ഞാൻ കുറച്ച് നെയിമുകൾ എടുത്തിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ബയസിൽ ഇടുന്ന നെയിമാണ്. സോ ഇതിൽ ആരെ വേണേലും സൈൻ ചെയ്യാം, സൈൻ ചെയ്യാതിരിക്കാം, അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ല അറിയാം. പക്ഷേ എനിക്ക് പേഴ്സണലി എഡർസണോ, റൊവെല്ലയോ, സ്റ്റില്ലറോ, എസക്കിയൽ പലാസിയോസോ, മോർട്ടൻ ഹുൾമുണ്ടോ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ പ്രൊഫൈലിലോട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. എസ്പെഷ്യലി ആ സ്റ്റില്ലർ, എസക്കിയൽ പലാസിയോസ്, എഡർസണൊക്കെ ഒരു നോ നോൺസെൻസ് സൈനിങ് ആയിരിക്കും. പിന്നെ ബലേബ ലിങ്ക്സ് കാണുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ട് ചെയ്യുന്നത് അത് ചില പേജുകളിൽ കാണുന്നതാണ് മാൻ യുണൈറ്റഡ് ബലേബയ്ക്ക് വേണ്ടി ബിഹൈൻഡ് ദ സീൻസ് ടോക്ക് നടത്തുന്നുണ്ടെന്ന്. 80 മില്യൻ്റെ പാക്കേജ് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്തൊക്കെ രീതിയിൽ 20 വെച്ച് ഓരോ വിൻഡോ 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് 80 മില്യൺ പേ ചെയ്തൊക്കെ രീതിയിൽ അങ്ങാണ്ട് ഒരു പ്രൊപ്പോസൽ നിങ്ങൾ വിടുന്നതിനെ കുറിച്ചൊക്കെ ചില ഫാൻ പേജുകളിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ആരും കൺഫേം ആക്കിയിട്ടില്ല. ബട്ട് ബലേബ എറ്റ് അനദർ നെയിം ലിങ്ക് വിത്ത് മാൻ യുണൈറ്റഡ് പെർഫെക്റ്റ് സൈനിങ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബലേബ എഡർസൺ ഈ 2 പേരുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.